എനിക്ക് പറയാനുള്ളത് എന്നെ പറ്റിയല്ല മോളെ, എൻ്റെ പെണ്ണിനെ പറ്റിയാ. എന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ച ഒരുവളെ പറ്റി. കണ്ണിൽ ഈറൻ കൂട്ടിപ്പിടിച്ച് അനി പറഞ്ഞു തുടങ്ങിയതും ശിവയുടെ കണ്ണുകളും അവനിൽ തന്നെ തങ്ങി. അവന് പറയാനുള്ളത് ഒന്നും കേൾക്കേണ്ട എന്ന് ഹൃദയം പറയുമ്പോഴും ബുദ്ധി അവളെ എതിർത്തു. ശിവ മൗനമായി അനിയുടെ വാക്കുകൾക്കായി കാതോർത്തു. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് തേനിക്കപ്പുറമുള്ള ഒരു കൊച്ചു നാട്ടിലേക്ക് പോകുമ്പോൾ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ പെണ്ണ് എനിക്കായി അവിടെയുള്ള കാര്യം. വിച്ചു അമേരിക്കയിലായതുകൊണ്ട് തന്നെ MBA ചെയ്യുമ്പോഴേ ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ മഹി അച്ഛനൊപ്പം നോക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അവിടുത്തെ ഫാക്ടറിയിൽ തോട്ടം തൊഴിലാളികൾ സമരമാണെന്ന് അറിഞ്ഞതും ഒത്തുതീർപ്പാക്കാൻ മുത്തശ്ശൻ എന്നെ അങ്ങോട്ടേക്ക് വിട്ടേ, അനി പറഞ്ഞു തുടങ്ങി. പാലക്കാട് തേനി ബോർഡർ കഴിഞ്ഞ് അകത്തേക്ക് നീങ്ങിയ അനിയുടെ വണ്ടി കുറേ ഉള്ളിലേക്ക് ചെന്നതും അവനൊന്ന് കൺഫ്യൂഷനായി. ചേടാ, ഏത് നേരത്താണോ ഒറ്റയ്ക്ക് കുഗ്രാമത്തിലോട്ട് കെട്ടിപ്പുറപ്പെടാൻ തോന്നിയേ? ഒന്ന് വഴി ചോദിക്കാൻ പോലും ഒരു പട്ടിക്കുറുക്കനെയും കാണുന്നില്ലല്ലോ ഇവിടെ. ആരെയും വിളിച്ചു ചോദിക്കാമെന്ന് വെച്ച ഫോണിന് റേഞ്ചും കിട്ടുന്നില്ല. തൻ്റെ മഹീന്ദ്ര ജിപ്സിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒന്ന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അനി ദേഷ്യത്തിൽ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടതാണ് അവൻ ഇങ്ങോട്ട്. രാത്രിയിൽ ഒന്ന് ക്യാമ്പ് ചെയ്ത് ഉറങ്ങിയിട്ട് പിന്നെ വെളുപ്പിനെയാണ് ബോർഡർ താണ്ടിയത്. നല്ല കോടമഞ്ഞും തണുപ്പുമൊക്കെയുള്ള ശാന്തമായ ഒരു നാട്ടിൻ പ്രദേശമായിരുന്നു അത്. വഴിയറിയാതെ അനി ചുറ്റും നോക്കിയതുമാണ് ഒരു അപ്പൂപ്പൻ വടിയും കുത്തി പോകുന്നത് കണ്ടേ. അപ്പൂപ്പനെങ്കിൽ അപ്പൂപ്പൻ, അങ്ങേരോട് തന്നെ ചോദിക്കാം, പറഞ്ഞുകൊണ്ട് അനി അയാൾക്കടുത്തേക്ക് ചെന്നു. ഹലോ അപ്പൂപ്പ, ഇവിടെ ഈ മംഗലത്ത് ടീ ഫാക്ടറി എവിടെയാണെന്ന് അറിയാവോ എന്നവൻ പുള്ളിയോട് ചോദിച്ചതും എന്നാ സൊന്നെ, എനിക്ക് പുരിയില്ല. അവനെ നോക്കി കുറച്ച് ഒച്ചയിൽ അയാൾ തിരികെ ചോദിച്ചു. ആഹാ, തമിഴ്, സബാഷ്. അപ്പോൾ ഞാൻ പെട്ടു എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൂപ്പൻ പറയുന്നത് കേട്ട അനി കണ്ണും തള്ളി നിന്നു. ചെക്കന് തമിഴത്ര പിടിയില്ലേ? വഴി ഞാൻ ചൊല്ലിത്തരാം. പെട്ടെന്ന് പുറകിൽ നിന്ന് മധുരമായൊരു ശബ്ദം കാതിലേക്ക് പതിച്ചതും അനി വെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു വലിയ പൂക്കൂട്ട കയ്യിൽ പിടിച്ച് തനിക്കടുത്തേക്ക് നടന്നു വരുന്നവൾ. പച്ച കളർ ഷോളും ഓറഞ്ച് കളർ പാവാടയുമുള്ള ധാവണിയാണ് ആളുടെ വേഷം. തലയിൽ മുല്ലപ്പൂവിനൊപ്പം നല്ല ചുവന്ന കനകാംബര പൂ വെച്ചിട്ടുണ്ട്. നെറ്റിയിലെ കറുത്ത കുഞ്ഞു പൊട്ടിനു മേലെ ഒരു ഭസ്മക്കുറി കൊണ്ട് ഒരു വരയും. കുഞ്ഞിക്കണ്ണുകളും ചെറിയ വട്ടമുഖവുമായി ഒരു കുഞ്ഞിപ്പെണ്ണ്. അനിയുടെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ നിന്ന് അടർത്തി മാറ്റാതെ നോക്കി നിന്നുപോയി. കാരണം ശാലീനമായ സൗന്ദര്യത്തിൽ ആ പെണ്ണ് അത്ര സുന്ദരിയായി തോന്നി അവന്. സാറേ, ഞാൻ കാണിച്ചു തരാം വഴി. ഇവിടെ ഉള്ളവർക്ക് മലയാളം അത്ര വെടിപ്പല്ല, അതാ സാറ് പറഞ്ഞത് താത്തായ്ക്ക് മനസ്സിലാവാഞ്ഞത്. തനിക്ക് മുന്നിലെത്തി അവൾ പറയുന്നത് കേട്ടാണ് അവളെ തന്നെ നോക്കി നിന്ന് അനി പെട്ടെന്ന് സുബോധത്തിലേക്ക് വന്നേ. ഏ ഏ താൻ എന്താ പറഞ്ഞേ? അവൻ ഞെട്ടലോടെ വിക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ സാറേ, മംഗലത്ത് തേയില ഫാക്ടറിക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാമെന്ന്. ഞാനും ആ വഴിക്കാ. എന്നെയും കൂടി സാറിൻ്റെ ജീപ്പിലൊന്ന് കയറ്റിയാൽ മതി. പെണ്ണ് ചിരിയോടെ ചോദിച്ചതും അവനൊരു നിമിഷം എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിന്നു. സാർ ഈ നാട്ടിൽ ആദ്യമല്ലേ? ഇവിടെയുള്ള ആരെയും സാറിന് അറിയില്ല. പിന്നെ ഭാഷയും. അപ്പോൾ പിന്നെ ഞാൻ സാറിനെ സഹായിക്കുമ്പോൾ ഛേദമില്ലാത്ത ഒരു ഉപകാരം എനിക്കും തിരികെ ചെയ്തൂടെ സാറിന്? പെട്ടെന്ന് ചോദിച്ചത് കേട്ടതും അവനൊന്ന് ചിരിച്ചുപോയി. ശരി, കയറിക്കോ. ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ടതും ഡേയ് മുത്തു, വാടാ, സാർ നമുക്ക് ലിഫ്റ്റ് കൊടുപ്പേ. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നീട്ടി വിളിച്ചു. അപ്പോൾ അവിടുത്തെ മരത്തിന് പിറകിൽ നിന്ന ഒരു പയ്യൻ, 10-12 വയസ്സ് തോന്നിക്കും, കയ്യിൽ ഒരു കുട്ട പൂവുമായി അവർക്കടുത്തേക്ക് വന്നു നിന്നു. ഇതാരാ? അവനെ കണ്ട അനി ചോദിച്ചു. ഇതെൻ്റെ അസിസ്റ്റൻ്റാണ് സാറേ, പേര് മുത്തു. തനിക്കടുത്ത് നിൽക്കുന്നവനെ പിടിച്ചുകൊണ്ട് വലിയ ഗമയിൽ പെണ്ണ് പറഞ്ഞു. ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റും സാറുമൊക്കെ വേഗം കയറാൻ നോക്ക്. ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞ് അനി വണ്ടിയിലേക്ക് കയറിയിരുന്നതും അവൾ വേഗം തൻ്റെ കയ്യിലുള്ള പൂക്കൊട്ട ആ ജീപ്പിൻ്റെ പിറകിലേക്ക് വെച്ചു. എന്നിട്ട് ആ ചെക്കനെയും കയ്യിലിരുന്ന പൂവും വാങ്ങി വണ്ടിയിലേക്ക് വെച്ചു. അവളും അവനും കൂടെ വണ്ടിയുടെ പിറകിലേക്ക് കയറിയിരിപ്പായി. പോകാം സാറേ, നേരെ വിട്ടോ. അവൾ പുറകിലിരുന്ന് പറഞ്ഞതും അനി ഒരു ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സാർ മലയാളിയാണല്ലേ? അവൾ പിറകിലിരുന്നുകൊണ്ട് എത്തി വലിഞ്ഞവനോട് ചോദിച്ചത്. പിന്നെ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ബംഗാളിയായിട്ടാണോ തനിക്ക് തോന്നിയേ? ഗൗരവത്തിലുള്ള ചെക്കൻ്റെ ചോദ്യം എത്തി. അത് കേൾക്കെ അവളൊന്ന് ചമ്മി. അല്ല, സാറിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ. ചുണ്ട് ചെറുതായി പിളർത്തിക്കൊണ്ട് പെണ്ണ് പറയുന്നത് ഫ്രണ്ട് മിററിൽ കൂടി കണ്ട അനിക്ക് ചിരി വന്നു. അല്ല, എൻ്റെ വീടിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, തനിക്ക് എങ്ങനെയാ മലയാളം അറിയാവുന്നത്? അതെൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ല ഒന്നാന്തരം മലയാളികളാ. ഞാനും അതെ, ഞങ്ങൾ പാലക്കാട്ടുകാരായിരുന്നു. അനി ചോദിക്കുന്നത് കേട്ട പെണ്ണ് ചിരിയോടെ പറഞ്ഞു. ആയിരുന്നു എന്നോ? അതെന്താ ഇപ്പോൾ അല്ലേ? അത് പിന്നെ, അവൻ ചോദിച്ചത് കേട്ട് എന്തോ പറയാൻ വന്നതും അയ്യോ സാറേ, ഇവിടെ ഒന്ന് നിർത്തിക്കേ. വഴിയുടെ സൈഡിലേക്ക് കൈ ചൂണ്ടി അവൾ പറഞ്ഞതും അനി വേഗം ബ്രേക്കിട്ടു വണ്ടി നിർത്തി. എന്ത് പറ്റി? തിരിഞ്ഞവൻ ചോദിച്ചു. സാറേ, ദാ കാണുന്ന വീട് കണ്ടോ? അവിടുത്തെ കുട്ടിയുടെ കല്യാണം ഇന്ന്. അവിടെ ഈ പൂവൊന്ന് കൊടുക്കണം.
ഞാനത് കൊടുത്തേച്ച് ഇപ്പം വരാവേ. പറയുന്നതിനോടൊപ്പം തന്നെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിരുന്നു പെണ്ണ്. അത് ഏയ്. അനി അവളെ വിളിക്കാൻ തുടങ്ങും മുന്നേ തന്നെ പെണ്ണ് ഒരു കുട്ട പൂവും എടുത്ത് വഴി സൈഡിൽ കാണുന്ന ആ വീട്ടിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. ഓ, ഇവളെയൊക്കെ ഏത് നേരത്താണോ വണ്ടിയിൽ വിളിച്ച് കയറ്റാൻ തോന്നിയേ, അനി പല്ല് കടിച്ച് സ്വയം പറഞ്ഞു. പോകാം. 1 മിനിറ്റ് കഴിഞ്ഞതും പെണ്ണ് ഓടി വന്ന് ജീപ്പിന് പിറകിൽ കയറിയതും അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. എൻ്റെ പൊന്ന് സാറേ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടൊരു ഹെൽപ്പ് ചെയ്തപ്പോൾ തിരിച്ചും ഒരു കൈസഹായം ഇങ്ങോട്ടും. അങ്ങനെ കണ്ടാൽ മതിയെന്നേ. അനിയെ നോക്കി വൃത്തിയായി ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവളെ നോക്കി ഗൗരവത്തിൽ ഒന്ന് മൂളിയിട്ട് അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അപ്പോൾ അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. വണ്ടി വീണ്ടും മുന്നോട്ട് കുറേ ദൂരം പോയി. പോകുന്ന വഴിയെല്ലാം സാറേ ആ സൈഡിൽ നിർത്തിക്കേ, ദേ ഇവിടെ ഒന്ന് ചവിട്ടിക്കേ, ദാ ആ കടയുടെ ഫ്രണ്ടിൽ നിർത്തുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 4-5 തവണ ജീപ്പ് നിർത്തി. അവിടെയെല്ലാം അവളിറങ്ങി പൂക്കൊടുത്തു പോന്നു. എനിക്ക് ആകെ അങ്ങ് കലിച്ചു കയറിയെങ്കിലും ഈ പട്ടിക്കാട്ടിൽ വഴി ചോദിക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് അവനെല്ലാം സഹിച്ചു നിന്നു. സ്റ്റോപ്പ്, മതി, ഇവിടെ നിർത്തിയാൽ മതി. ഒരു ഇടവഴിക്ക് മുന്നിലെത്തിയതും പിറകിൽ ഇരുന്നവൾ അവനോട് പറഞ്ഞു. ഇവിടെ ഒന്നും ഫാക്ടറി ഒന്നും കാണുന്നില്ലല്ലോ. വണ്ടി ഒതുക്കി നിർത്തി അവൻ ചുറ്റും നോക്കി പറഞ്ഞു. അപ്പോൾ സാറേ, ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ സൈക്കിൾ പഞ്ചറായിപ്പോയി. പിന്നെ ഈ പൂക്കളൊക്കെ രാവിലെ തന്നെ ഓരോ ഇടത്ത് എത്തിക്കേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എൻ്റെ മുരുകാന്ന് ഓർത്തിരുന്നപ്പോഴാ സാർ വന്നേ. എന്തായാലും സമയത്ത് പൂക്കൾ മൊത്തം കൊടുക്കാൻ പറ്റി. താങ്ക് യു. അവനെ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് മുത്തുവിനെ വിളിച്ചവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ഡീ അവൻ ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചതും പെണ്ണ് ഞെട്ടി തിരിഞ്ഞു നോക്കി. നീ എന്താ ആളെ വടിയാക്കുവാണ്? എവിടെടി നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞ എൻ്റെ ഫാക്ടറി? അവൻ ദേഷ്യത്തിൽ മുരണ്ടു. ഓ അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. പെണ്ണ് തലയിൽ കൈവച്ചു. അത് പിന്നെ സാറേ, സാർ എന്നെ കണ്ട ആ മുക്കില്ലേ, ഞാനും മുത്തുവും കൂടി സാറിൻ്റെ വണ്ടിയിൽ കയറി ആ സ്ഥലം? അവിടെ. അനിയുടെ പിരികം ഒന്ന് പൊങ്ങി. അവിടുന്ന് വലത്തേക്ക് കുറച്ച് പോകുമ്പോൾ ഒരു കുന്നിലേക്ക് കയറും. ആ കയറ്റം കയറി ചെല്ലുന്നത് മംഗലത്ത് തേയിലത്തോട്ടത്തിലേക്കാ. അതിനടുത്ത് തന്നെയാ ഫാക്ടറി. അവനെ നോക്കി ചമ്മിയ ചിരിയോടെ പെണ്ണ് പറഞ്ഞതും അനിയുടെ മുഖമങ്ങ് ചുവന്നു കയറി. അപ്പോൾ ഞാനിനി ഈ വന്ന വഴിയെല്ലാം തിരിച്ചു പോകണം അല്ലേ? കലി കയറിയവൻ അവൾക്ക് നേരെ അരിശത്തിലലറി. ഒരു ചെറിയ ഹെൽപ്പായിട്ട് കണ്ടൂടെ? അവനെ നോക്കി ഒരു വളിച്ച ചിരിയോടെ പെണ്ണ് പറഞ്ഞതും അവളുടെ ഒരു ഹെൽപ്പ്? നിന്നെ ഞാൻ. ദേഷ്യത്തിൽ അലറിക്കൊണ്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അയ്യോ മുത്തു, ഓടടാ. അടുത്തു നിന്ന പയ്യൻ്റെയും കൈയും പിടിച്ചവൾ കാറിക്കൊണ്ട് തിരിഞ്ഞോടി. ഓടുന്ന വഴിയിൽ തിരിഞ്ഞ് അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു ആ പെണ്ണ്. അവളുടെ കയ്യിൽ കിടന്ന കുപ്പിവളകൾ തിളങ്ങുന്നത് പോലെ അത്രയും ഭംഗിയുള്ള ആ ചിരി. അങ്ങനെയൊരു ചിരി ഞാൻ ഇതിനു മുമ്പ് ആരിലും കണ്ടിട്ടില്ല. അവളുടെ ആ ചിരി അന്നെൻ്റെ നെഞ്ചിലാ കയറിയേ. ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചിരിയോടെ അനി പറഞ്ഞു നിർത്തിയത് കേട്ടതും ശിവയിൽ ഒരു പുച്ഛച്ചിരി നിറഞ്ഞു. ആ 6 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ചിത്തുവിൻ്റെ മുഖത്ത് അങ്ങനെയൊരു നിറഞ്ഞ ചിരി ഞാൻ കണ്ടിട്ടില്ല. കേട്ടാ, പിന്നീട് എന്താ ഉണ്ടായേ? സിദ്ധു ചോദിച്ചു. പിന്നെ ഒരു അന്വേഷണമായിരുന്നു ഞാൻ. എനിക്കറിയണമായിരുന്നു എന്നെ പറ്റിച്ച ആ കാന്താരി ആരാണെന്ന്, അവളുടെ പേര് എന്താണെന്ന്. അങ്ങനെ അവിടുത്തെ ഫാക്ടറിയിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ആ നാട്ടിൽ കൂടി വെറുതെ ചുറ്റും, അവളെ ഒന്ന് കണ്ടു കിട്ടാനായി. ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ പെട്ടു പെണ്ണു. അന്ന് ഗുളികൻ തെയ്യം കണ്ട പോലെയാ പെണ്ണ് എന്നിൽ നിന്ന് ഓടി ഒളിച്ച്. എനിക്കതങ്ങ് ഒരു രസമായി. എന്നെ മറഞ്ഞിരുന്ന് അവൾ നോക്കുന്നതും ഞാൻ കണ്ടു എന്ന് തോന്നിയാൽ വാലെ കൊളുത്തി പെണ്ണ് ഓടുന്നത് കാണാൻ വേണ്ടി തന്നെ ഞാൻ അവൾക്ക് പിറകെ കൂടി. എൻ്റെയും അവളുടെയും ഈ സാറ്റുകളി കുറച്ച് ദിവസം കൊണ്ടു നടന്നു ഞങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഫാക്ടറിയിലെ കണക്കുകളൊക്കെ നോക്കി തിരിച്ച് എസ്റ്റേറ്റിലേക്ക് താമസിച്ചു പോയ ഒരു രാത്രിയിൽ തോട്ടം കഴിഞ്ഞ് കവലയിലേക്ക് കയറിയപ്പോഴാണ് വണ്ടിയുടെ മുന്നിലേക്ക് സ്പീഡിൽ വരുന്നവളെ കണ്ടത്. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയതും വണ്ടിക്ക് മുന്നിലേക്ക് നിന്ന പെണ്ണ് ഞെട്ടിപ്പോയി. വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റ് ഡ്രിം ചെയ്തപ്പോഴാണ് പേടിച്ചിരണ്ട പെണ്ണിൻ്റെ മുഖം കണ്ടത്. അനിയുടെ കണ്ണൊന്ന് കുറുകി. അവൻ അവൾക്ക് പിറകിലേക്ക് നോക്കി. അപ്പോൾ 2 പേരെ കണ്ടതും അവന് കാര്യം പിടികിട്ടി. വണ്ടിയിലോട്ട് കയറടി, അവളോടെന്ന പോലെ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ നോട്ടം പോയത് അവൾക്ക് പിന്നിൽ നിൽക്കുന്നവരിലേക്കാണ്. അനി പറഞ്ഞത് കേട്ടതും പെണ്ണ് ഓടിച്ചെന്ന് അവൻ്റെ ജീപ്പിലേക്ക് കയറിയിരുന്നു. അനി അവന്മാരെ ഒന്ന് ഇരുത്തി നോക്കി. അവൻ്റെ കണ്ണിലെ കോപം കണ്ടതും പേടിച്ചു പോയ 2 പേരും തിരിഞ്ഞോടി. ആരാടി അവര്? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, കവലയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും ഒന്ന് വെക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അവൾ. നീ രാത്രി എവിടെ പോയതാ? അത് അവളൊന്ന് വെക്കി. അവൻ വലിയ അധികാരം പോലെ അവളെ എടി എന്നും നീ എന്നും ഒക്കെ വിളിക്കുന്നത് കേട്ടതിൻ്റെ ഒരു ഞെട്ടലിലും കൂടിയായിരുന്നു പെണ്ണ്. വാ തുറന്നു പറയടി കോപ്പേ. പെണ്ണ് വെക്കുന്നത് കണ്ട അനി കലി പൊട്ടി അവളോട് ഉച്ചത്തിൽ ചോദിച്ചു. ഞാൻ ടൗണിൽ പോയതാ. തയ്ക്കാനുള്ള കുറച്ച് തുണിയും നൂലുമൊക്കെ വാങ്ങണമായിരുന്നു. തിരികെ വന്നപ്പോൾ ബസ് മിസ്സായി. പിന്നെ ലാസ്റ്റ് വണ്ടി കിട്ടി ഇങ്ങ് വന്നപ്പോൾ ഈ നേരമായതാ. ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് നടന്നതാ. അപ്പോഴാ അവര്. പയ്യെ വിറച്ചുകൊണ്ടവൾ പറഞ്ഞു. അവളിരുന്ന് വിറയ്ക്കുന്നു. അല്ലെങ്കിൽ 100 നാവാണല്ലോ നിനക്ക്. എന്നെ കണ്ടാൽ പൂത്തിരി കത്തുന്നതിലും സ്പീഡിൽ ഓടുന്നത് കാണാം. ഇപ്പോൾ എന്തു പറ്റി?
അവന്മാരെ കണ്ടപ്പോൾ പേടിച്ചു പോയോ? പുച്ഛത്തോടെ അനി ചോദിച്ചത് കേട്ടതും പെണ്ണിന്റെ മുഖം കുനിഞ്ഞു. അവളുടെ ആ ഇരിപ്പ് കണ്ട് അവന് ചിരി വന്നു. അവൻ ആ ചിരിയോടെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതെ, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 2 ആഴ്ച ആകുന്നേ ഉള്ളൂ. നിന്റെ വീടും കുടിയും ഒന്നും എനിക്കറിയില്ല. എങ്ങോട്ടാ പോവേണ്ടേ? അവൻ അരിശത്തിൽ ചോദിക്കുന്നത് കേട്ടപ്പോൾ ചെറുതായി ദേഷ്യം വന്നു. ഡീ, നിനക്ക് ചെവി കേൾക്കില്ലേ? അവന്റെ ശബ്ദം ഒന്ന് കയർത്തതും. എനിക്കൊരു പേരുണ്ട്, വെറുതെ എടീന്ന് വിളിക്കണ്ട. ചുണ്ടിത്തിരി കൂർപ്പിച്ചു പതിയെ പറഞ്ഞു പെണ്ണ്. അത് കേൾക്കെ തികട്ടി വന്ന ചിരി അടക്കി വെച്ചു അനി. എന്നിട്ട്, ഓഹോ, അപ്പോൾ എന്താണാവോ കൊച്ചമ്മയുടെ പേര്? ഇച്ചിരി കളിയാക്കിയ രീതിയിൽ അവൻ ചോദിച്ചു. ചൈത്രാന്നാ. എന്ത്? ആര് ചത്തൂന്നു? ആരും ചത്തില്ല. ഞാൻ എൻ്റെ പേരാ പറഞ്ഞ, ചൈത്ര എന്ന്. ചൈത്ര രാമാനുജൻ. ഒരിത്തിരി ചുണ്ടിയിൽ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുപോയി. അവളും അതെ. എന്തോ അവനോട് ഒരടുപ്പം തോന്നി അവൾക്ക്. അല്ല, അപ്പോ ചൈത്ര രാമാനുജൻ എങ്ങനെയാ ഈ നാട്ടിലെത്തിയേ? അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി. എന്താ പറയാൻ, മടിയാണോ? ഏയ്, മടിയൊന്നും അല്ല സാറേ, അതൊരു കഥയാ. ഒരു 10-15 മിനിറ്റ് എന്തായാലും സമയമുണ്ട്. താൻ ചുരുക്കി പറഞ്ഞോടോ, ചിരിയോടെ അവൻ പറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും നാടാ പാലക്കാട്. അച്ഛന് തുണിക്കച്ചവടമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും തമിഴ്നാടും കർണാടകയുമായും ഒക്കെ കറക്കമായിരുന്നു. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് മലേറിയ വന്നേ. അത് പിന്നെ മഞ്ഞപ്പിത്തമായി കിഡ്നിക്ക് പിടിച്ചു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാ ഈ നാട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നേ. ഇവിടെ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞേ അച്ഛൻ ഇവിടെ വേറൊരു ഭാര്യയും അതിൽ 2 മക്കളും ഉണ്ടെന്ന്. പിന്നെ ചിത്തിയുടെ കണ്ണിലെ കരടായി ഞാൻ ഇവിടെ അങ്ങ് കൂടി. ചിരിയോടെ പെണ്ണ് പറഞ്ഞു നിർത്തിയതും അവൻ അവളെ ഒന്ന് നോക്കി. നിറയെ പീലികളുള്ള അവളെ കുഞ്ഞു കണ്ണിൽ നീർത്തിളക്കം അവൻ കണ്ടു. അല്ല, ചൈത്ര എന്തിനാ എന്നെ സാറേ എന്ന് വിളിക്കുന്നേ? പെട്ടെന്ന് അവളുടെ മൂഡ് മാറ്റാൻ എന്ന പോലെ അവൻ ചോദിച്ചു. സാറായതുകൊണ്ട്. സാർ മംഗലത്ത് ഫാക്ടറി നോക്കാൻ വന്ന പുതിയ മാനേജർ അല്ലേ? ഫാക്ടറിയിലെ കണക്കപ്പിള്ള എന്നോട് പറഞ്ഞല്ലോ സാർ മാനേജറാണെന്ന്, അല്ലേ? ചൈത്ര പറഞ്ഞതും അവൻ അവളെ ഒരു നിമിഷം നോക്കി. എന്തോ അവളെ തിരുത്താൻ തോന്നിയില്ല അവന്. പെണ്ണിനെ ആണെന്ന് തലയാട്ടി അവൻ. പിന്നെ കുറേ സമയം അവൻ അവളോട് സംസാരിച്ചു. കൂടുതലും അവളെ പറ്റിയാണ് അവൻ ചോദിച്ചത്. +2 വരെ പഠിച്ചുള്ളൂ എന്നും അത് കഴിഞ്ഞപ്പോൾ പൂവ് വിൽപ്പനയും തയ്യലും ഒക്കെ ചെയ്താണ് ജീവിക്കുന്നതെന്നും അവൾ അവനോട് പറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ചിത്തി, അതായത് എൻ്റെ ചെറിയമ്മ, ആളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ഇല്ലേൽ അവരെന്നെ പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. അതിന് കച്ചകെട്ടി നിൽക്കുക അവര്. ചിരിയോടെ അവൾ പറഞ്ഞതും അവളുടെ ആ ചിരിയിൽ മറിഞ്ഞിരിക്കുന്ന വേദന അവന് മനസ്സിലായി. ദാ, ഇവിടെ നിർത്തിയാൽ മതി സാറേ, അതാ എൻ്റെ വീട്. അങ്ങോട്ടോ അടുത്തോട്ട് കയറ്റണ്ട. ഒരു ചെറിയ വീടിന് മുന്നിലുള്ള ഇടവഴിക്ക് മുന്നിൽ എത്തിയതും ചൈത്ര പറഞ്ഞു. അവൻ വണ്ടി ഒതുക്കിയതും കയ്യിലിരുന്ന കവറെല്ലാം എടുത്ത് പുറത്തിറങ്ങി അവൾ. ഒരു താങ്ക്സ് പറഞ്ഞാൽ സ്വീകരിക്കുമോ? വണ്ടിയുടെ പുറത്തു നിന്ന് അവൾ അവനെ നോക്കി ചോദിച്ചു. അന്ന് കുറേ നേരത്തേക്ക് തൻ്റെ ഡ്രൈവർ പണി ഏൽപ്പിച്ചതിനും ഇപ്പോൾ ദേ വീട് വരെ കൊണ്ടുവന്ന് വിട്ടതിനും കൂലിയെല്ലാം ഒരു താങ്ക്സ് കൊണ്ട് തീരില്ല, അനി കളിയോടെ ചിരിച്ചു പറഞ്ഞു. എങ്കിലൊരു കാര്യം പറയട്ടെ, ഇവിടെ വന്നിട്ട് വെറുതെ വണ്ടിയിൽ ചുറ്റുമല്ലേ? ഈ നാട്ടിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഞാനൊരു ഗൈഡായിട്ട് ഞാൻ കൂടെ വന്ന് അതൊക്കെ കാട്ടിത്തരാം. അതെൻ്റെ ക്ഷമാപണമായി കണക്കാക്കുവോ? ആയിക്കോട്ടെ, കളിയോടെയുള്ള അവളുടെ ചോദ്യത്തിന് തിരിച്ചു മറുപടി കൊടുത്തു അനി. എന്നാ ശരി, മഞ്ഞ് കൊള്ളാതെ പോകാൻ നോക്ക്. ഞാൻ ചെല്ലട്ടെ, ഇല്ലേൽ ചിത്തി വെച്ചേക്കില്ല എന്നെ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ട് അനിയിരുന്നു. വലിയൊരു ബന്ധത്തിന്റെ തുടക്കം പോലെ ആ രാത്രിയിൽ ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുത്തു. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഓരോ ദിവസവും അവൾക്ക് വേണ്ടിയായിരുന്നു. ഫാക്ടറിയിലെ തിരക്കുകളൊക്കെ ഓടിച്ചു വിട്ടു തീർത്തിട്ട് നേരെ അവൾക്കടുത്തേക്ക് ഓടിച്ചെല്ലും ഞാൻ, അവളോട് സംസാരിക്കാൻ, അവൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ. ആദ്യ കാഴ്ചയിൽ എൻ്റെ ഉള്ളിൽ കയറിയ ആ വായാടിപ്പെണ്ണ് വീണ്ടും വീണ്ടും ആഴത്തിൽ എൻ്റെ മനസ്സിനെ കയറിപ്പറ്റുകയായിരുന്നു അപ്പോൾ. എനിക്ക് അവളോട് പ്രണയമാണെന്ന് അവൾക്കും അറിയാമായിരുന്നു. പക്ഷേ അറിയാത്ത രീതിയിൽ എനിക്കൊപ്പം നടന്നു അവൾ. എന്നാൽ അവൻ ഞങ്ങൾക്കിടയിൽ വന്നതാ അന്ന് എന്നെ ഒരു ക്രൂരനാക്കിയത്.